പ്രിയമുള്ളവരെ, സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ തിരുനാൾ. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. എങ്ങനെയാണ് ഓരോ ജീവിതങ്ങളും അനുഗ്രഹീതമാകുന്നത്? ഓരോ വ്യക്തി ജീവിതങ്ങളും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടുമാണ് അനുഗ്രഹീതമാകുന്നത്. 9 മാസം വിശുദ്ധ അന്ന തന്റെ ഉദരത്തിൽ വഹിച്ചതും 3 വർഷത്തോളം യോവാക്കീമും അന്നയും സ്നേഹത്തോടെ ലാളിച്ചതും ദേവാലയത്തിൽ സമർപ്പിച്ചതും ഇന്ന് അനേകർ വണങ്ങുന്നതും മാധ്യസ്ഥം തേടുന്നതുമായ ഒരു മുഖമാണ് മറിയത്തിന്റേത്. വചനത്തിന്റെ അമ്മയാകുവാൻ അവൾ വിളിക്കപ്പെട്ടു. തന്റെ ജനനം വഴിയായി, കർമ്മം വഴിയായി. ഉഷകാല നക്ഷത്രത്തിന്റെ ഉദയമാണ് മറിയത്തിന്റെ ഈ ജനന തിരുനാൾ. അവളുടെ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധരാകുക, വിശുദ്ധിയിൽ ജീവിക്കുക എന്നതാണ്. അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള ഉയർച്ച ഒരു അനുഗ്രഹത്തിന്റെ ജീവിതമായിരിക്കണം എന്നാണ് ഓരോ വ്യക്തിയുടെയും എന്ന് വിശുദ്ധ അമ്മയുടെ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് രക്ഷകനായ ദൈവത്തെ വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും അവനിൽ ആനന്ദിക്കുവാനും നമ്മുടെ ജന്മം വഴി നമുക്ക് സാധിക്കണം. അതിന് പരിശുദ്ധ അമ്മയുടെ ഈ ജനന തിരുനാൾ നമുക്ക് പ്രാർത്ഥിക്കാം. അവൾ നമുക്കായി മാധ്യസ്ഥമേകി പ്രാർത്ഥിക്കട്ടെ. 71-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം: ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു, മാതാവിന്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. ഈ തിരുവചനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. പരിശുദ്ധ ദേവമാതാവിന്റെ ഈ ജനന തിരുനാളിന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ ഏവരെയും ആശംസിക്കുന്നു.